ഏവർക്കും എംഫേബർ ലേണിംഗ് ആപ്പിലെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് അത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണെങ്കിൽ പിടിച്ചെടുക്കണം അല്ലേ. പ്രിലിംസ് മാത്രമല്ല, മെയിൻസിനും നമുക്കിത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഓക്കെ, സോ ഈ പറയുന്ന ക്ലാസിന്റെ നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിനുള്ളിൽ ലഭിക്കും. അല്ലാത്ത പക്ഷം എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ സന്ദർശിക്കാം, അവിടെ നിന്നും കിട്ടുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം നോക്കാം. അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്ന. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും PSC നോട്ടമിട്ട് ചോദിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയാണ്. ഒന്നോ രണ്ടോ പത്രങ്ങളിൽ ആദ്യ പേജിൽ തന്നെ വന്നു, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ. കാരണം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഭാരത് പെട്രോളിയത്തിന്റെ കൂടി സഹകരണത്തോടു കൂടി ഈ പറയുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ പത്രത്തിൽ മുൻപേജിൽ വന്ന വാർത്ത എന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSCയുടെ ഒരു ട്രെൻഡാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ, നമുക്കിപ്പോൾ പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട് അല്ലെ, ഇലക്ട്രിക് ഇതുണ്ട്, അതിന് പകരമായിട്ട് ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഓക്കെ, BPCL അതായത് ഭാരത് പെട്രോളിയം അവരുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. 2024-25 11ാമത് ഇന്ത്യൻ സൂപ്പർ ലീഗ് അല്ലെ, അതായത് ISL ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ വർഷത്തെ ഇത് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 12th ലെവൽ എക്സാമിനാണെന്ന് തോന്നുന്നു. 12th ലെവൽ ഏതൊരു എക്സാമിന് ISL. ഓക്കെ, ഇന്ത്യൻ സൂപ്പർ ലീഗ്. ഇപ്പോൾ ക്രിക്കറ്റിന് IPL എന്ന പോലെയാണ് ഫുട്ബോളിന് ISL വരുന്നത്. ഇപ്പോൾ 2024-25 ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് 11ാമത്തെ എഡിഷൻ ആയിരുന്നു. അതിലെ ജേതാക്കൾ എന്ന് പറയുന്നത് മോഹൻ ബഗാൻ ഫൈനലിൽ ബംഗളൂരുവിനെ തോൽപ്പിച്ചു. അപ്പോൾ ലാസ്റ്റ് ഇയർ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023-24 ആയിരുന്നു. അതായത് 10ാമത്തെ എഡിഷൻ ജേതാക്കൾ എന്ന് പറയുന്നത് മുംബൈ ആയിരുന്നു, മുംബൈ. ഓക്കെ, അത് ഒന്ന് നോക്കി വെച്ചിരിക്കുക. DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ്, അതാണ് ഗൗരവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാലോ, മലയാളത്തിൽ അതിനെന്താ, ഗ്ലൈഡ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെന്നി പോവുക എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു ഗ്ലൈഡിങ് എയറോപ്ലെയിനിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബോംബ് കൂടിയാണിത് ഗൗരവ് എന്ന് പറയുന്നത്. ഇത് ഗ്ലൈഡ് ബോംബ് എന്നും പറയും, അതുപോലെ മറ്റൊരു പേര് സ്റ്റാൻഡ് ഓഫ് ബോംബ് എന്നും ഇതിനെ പറയുന്നുണ്ട്. UPSC ലെവൽ എക്സാമിനൊക്കെ ഇത് ഓൾറെഡി ഗ്ലൈഡ് ബോംബിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 2025 ദേശീയ ഗോത്ര യുവജനോത്സവം. ഗോത്രവർഗക്കാർ നമുക്ക് സ്വാഭാവികമായിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ ഗോത്രവർഗക്കാർക്കായിട്ട് ഒരു യുവജനോത്സവം നടക്കുന്നുണ്ടെങ്കിൽ അത് മിസോറാമിലാണ്. ഇനി കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ, അത് ഉത്തരം കണ്ണപുരമാണ്. ഇത് ഉറപ്പായും PSC ചോദിച്ചിരിക്കും. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഹരിത, ഗോ ഗ്രീൻ എന്നുള്ള അർത്ഥമാണ് അല്ലെ, ഗ്രീൻ. അപ്പൊ അവിടെ ഹരിതവും സോളാറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. അപ്പൊ ഇവിടെ ഹരിത റെയിൽവേ, കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ആകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്രവമാലിന്യമൊക്കെ സംസ്കരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ, ദ്രവമാലിന്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലിക്വിഡ് വേസ്റ്റുകളാകും. ഓക്കെ, അപ്പൊ ലിക്വിഡ് വേസ്റ്റ് ഡിസ്പോസൽ, അതിന്റെ ഒരു സംസ്കരണവുമായി ബന്ധപ്പെട്ട് മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന കാരണത്താലാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ആകുന്നത്. 8 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കാൻ പോവുകയാണ് ഇവിടെ കേരളം. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഏറ്റവും പുതിയതായിട്ട്
അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വാട്സാപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് ആയിട്ടില്ല. ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്ന മുന്നേ ഉള്ള കോഴ്സുകൾക്ക് ഉള്ളവർക്കാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഇനി വാട്സാപ്പ് ഗ്രൂപ്പ് ആകത്തേ ഉള്ളൂ കേട്ടോ, ഒരു 5 ഡേയ്സിനുള്ളിൽ. 2025 ഏപ്രിലിൽ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ പുറത്തുനിന്നുള്ള ബേക്ക്ഡ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെയാണ്. ഉത്തരം മെക്സിക്കോയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSC പരീക്ഷകളിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും വരും. PSCയുടെ കാര്യത്തിൽ നമുക്ക് 50-50 ആണെങ്കിൽ SSC പരീക്ഷകളിൽ ഇത് 100% ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ, ഉത്തരം കേരളം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ കേരളം എന്നുള്ള ഉത്തരം കൊടുത്തേനെ. ഇവിടെ ഉത്തരം പക്ഷെ കർണാടകയാണ്. അപ്പൊ എന്താണ് സൈബർ കമാൻഡ് സെന്റർ? നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഒരുപാട് സൈബർ കുറ്റകൃത്യങ്ങളുണ്ട് അല്ലെ. കർണാടകയുടെ കാര്യത്തിൽ അത് ചെറുതല്ല, വളരെ വലിയ രീതിയിൽ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ കർണാടകയിലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും തടയിടുന്നതിനും വളരെ വേഗത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ്, ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള, വളരെ വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സെന്ററാണ് സൈബർ കമാൻഡ് സെന്റർ. അപ്പൊ ഇത്തരത്തിൽ രാജ്യത്തിൽ ആദ്യമായിട്ട് ഒരു സൈബർ കമാൻഡ് സെന്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കർണാടകയാണ്, കേരളമല്ല. ഇനി ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ ഒരു വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് മധ്യപ്രദേശ്, അല്ലെങ്കിൽ അംബേദ്കറുടെ പേരിൽ ഒരു വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാലും മധ്യപ്രദേശ് എന്ന് കൊടുക്കണം. ഇനി 2025 ഗ്ലോബൽ ടെക്നോളജി അത്യാവശ്യം ഈ മൊബൈൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഗ്ലോബൽ ടെക്നോളജി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ന്യൂഡൽഹി തന്നെയാണ് ഇതിന്റെ വേദി എന്ന് പറയുന്നത്. സോ ന്യൂഡൽഹി. ഇനി 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദിയാകുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ, സൗത്ത് കൊറിയ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഹോക്കി കപ്പാണ്. അപ്പൊ അത് നടക്കാൻ പോകുന്നത്, കാരണം എന്ന് വെച്ചാൽ അത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ ഈ ഒരു വർഷാവസാനത്തോടു കൂടി, ഓഗസ്റ്റ് ആ സമയത്തൊക്കെ ആയിട്ട്. അപ്പോൾ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് അല്ല, ഹോക്കിയുടെ വേദിയാണ്. ഓക്കെ, ഉത്തരം ബീഹാറാണ്. അപ്പൊ ഇതില് ഞാൻ മെന്നെന്നോ വിമനെന്നോ പറഞ്ഞിട്ടില്ല. വിമൺ ആയിരുന്നെങ്കിൽ അത് വിമൺ എന്ന് എടുത്ത് ചോദിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് മെൻ ആണ് എന്ന് നമുക്ക് നമ്മുടെ ധാരണയുണ്ട്. കാരണം ഏതൊരു കായിക മത്സരമാണെങ്കിലും വിമൺ ആണെങ്കിൽ വിമൺ അല്ലെങ്കിൽ വനിത എന്ന് എടുത്ത് പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അത് മെൻ ആണെന്ന് ഊഹിച്ചോളണം. ഓക്കെ, സോ 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദി എന്ന് പറയുന്നത് ബീഹാറാണ്. ഒഡീഷ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒഡീഷയിലേക്ക് പോകും. കാരണം ഇന്ത്യൻ ഹോക്കിയുടെ ഒഫീഷ്യൽ സ്പോൺസേഴ്സും ഒഡീഷ ഗവൺമെന്റ് ആണ്. ഓക്കെ, നവീൻ പട്നായിക് ബീഹാറിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്. അപ്പൊ ഒഡീഷയല്ല, ഇത് ബീഹാറിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ രജ്ഗീർ ആണ്. രജ്ഗീർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് ഈ ഏൻഷ്യന്റ് ഹിസ്റ്ററി ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് മെഡീവൽ ഹിസ്റ്ററിയിലൊക്കെ ഉണ്ട് അല്ലെ. എന്താണ് അതിന്റെ പഴയ പേര്? രാജഗൃഹ എന്നാണ് അതിന്റെ പഴയ പേര് അല്ലെ. നളന്ദ യൂണിവേഴ്സിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രദേശമാണ് ഈ രജ്ഗീർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2025 ഏപ്രിലിൽ ഭൂകമ്പം നാശം വിതച്ച ഏഷ്യൻ രാജ്യങ്ങൾ, ഒന്ന് മ്യാൻമാർ, മറ്റൊന്ന് തായ്ലാന്റുമാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചു. ഇനി അടുത്തൊരു ചോദ്യമാണ്, കേരളത്തിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വരുന്നത്. അത് ഇടുക്കിയാണ്. കാരണം ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള ഒരു ജില്ല കൂടിയാണ്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് തമിഴന്മാരൊക്കെയാണ്, നമുക്ക് അവിടെ കണ്ടാൽ അറിയാം, പോയാലും അറിയാം. ഇനി 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഉത്തരം വന്നിട്ട് സാറാ ജോസഫ് ആണ്. ഇപ്പൊ 2024 ആണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. 2023 ആണെങ്കിൽ സക്കറിയാണ്. 2023 ആണെങ്കിൽ പോൾ സക്കറിയാണ്. 2023 സേതു അഥവാ സേതു മാധവനാണ്. നമ്മൾ മുന്നേ ഒരു കറണ്ട് അഫെയർ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 23 അതായത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 23 സേതു എന്ന അപരനാമത്തിൽ അറിയപ്പെടും. പക്ഷെ സേതു മാധവനാണ്. ഇനി 24 സക്കറിയ അഥവാ പോൾ സക്കറിയ. 25 എന്ന് പറയുന്നത് സാറാ ജോസഫ് ആണ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് RBI
RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായ വനിതയാണ്. ഓക്കെ, സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ പൂനം ഗുപ്ത ആണ് ഉത്തരം എന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ RBIയുടെ ഗവർണറാണ് അല്ലെ. RBIയുടെ ഗവർണറും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ് സഞ്ജയ് മൽഹോത്ര. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. RBIയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആകുന്ന വനിത എന്ന് പറയുന്നത് പൂനം ഗുപ്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് റെയിൽപാത, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. കാരണം ഹൈപ്പർ ലൂപ്പ്, ഹൈപ്പർ സോണിക് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഹൈപ്പർ സോണിക്, സൂപ്പർ സോണിക് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അത് ഫ്ലൈറ്റിന്റെ ഒക്കെ സ്പീഡ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന സൂപ്പർ സോണിക്, ഹൈപ്പർ സോണിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് റെയിൽപാത, അത് വളരെ മുന്നേ തന്നെ അശ്വിനി, അതായത് നമ്മുടെ റെയിൽവേ മന്ത്രി ഇതിനെപ്പറ്റി പ്രഖ്യാപിച്ചിരുന്നു. അതായത് മുംബൈയിൽ നിന്നും പൂനെയിലേക്ക് വെറും 25 മിനിറ്റ് കൊണ്ട് എത്താം. അതായത് വിമാനത്തെക്കാൾ ഇരട്ടി വേഗത്തിൽ, അതാണ് പറയുന്നത്. ഓക്കെ, വിമാനത്തെക്കാൾ ഇരട്ടി വേഗത്തിൽ മുംബൈയിൽ നിന്നും പൂനെയിലേക്ക് റെയിൽപാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് റെയിൽപാത, അത് മുംബൈ പൂനെയാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ പുതിയ ഉപലോകായുക്തകൾ എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിന്റെ ലോകായുക്ത എന്നുള്ളത് ചോദിച്ചാൽ N അനിൽകുമാർ ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ്. അതാരും മറന്നു പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേറ്റസ്റ്റ്, അതായത് ഒരുപാട് നിയമനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിന്റെ ലോകായുക്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ പേരുകളൊന്നും എടുത്ത് പറയരുത്, N അനിൽകുമാർ ആണ്. ആ N എന്നുള്ള ഇനിഷ്യൽ ഉൾപ്പെടെ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അശോക് മേനോനും ഷിർസി വിയുമാണ് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിമാരാണ് ഇവരൊക്കെ. ഓക്കെ, ഇനി കടമ്മനിട്ട ഫൗണ്ടേഷന്റെ 9ാമത് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് EM ലീലാവതി. ഓക്കെ, സോ ഇത് കടമ്മനിട്ട ഫൗണ്ടേഷന്റെ ആണ്. ഓക്കെ, ഇനി കടമ്മനിട്ടയുടെ പേരിൽ വേറെയും അവാർഡുകളൊക്കെ ഉണ്ട്. പണ്ട് കഴിഞ്ഞ വർഷം റഫീഖ് അഹമ്മദിനൊക്കെ വേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കടമ്മനിട്ട ഫൗണ്ടേഷന്റെ ആണ് 9ാമത് കടമ്മനിട്ട പുരസ്കാരം എന്ന് നോക്കിക്കോളാം. ഇനി കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് അഥവാ വെർച്വൽ പാർക്ക് നിലവിൽ വന്നിരിക്കുന്നത് കൊല്ലമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അല്ലെ മുഹമ്മദ് റിയാസ് ഈ പറയുന്ന നമ്മുടെ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള ഉപയോഗശൂന്യ, അതായത് ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന കുറെ പ്രദേശങ്ങളുണ്ട്. അവയെല്ലാം വെട്ടി നിരപ്പാക്കി വൃത്തിയാക്കി ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന മാതൃകയിൽ അതിനെ പരിവർത്തനം ചെയ്യുക. ഉദാഹരണം, ഈ കൊല്ലം ജില്ലയിൽ തന്നെ കൊല്ലം സിറ്റിയിൽ ആ മേൽപ്പാലത്തിന്റെ കീഴിലൊക്കെ കാട് പിടിച്ചിടമൊക്കെ നല്ല വൃത്തിയാക്കി അവിടെ ബാഡ്മിന്റൺ കോർട്ടും മറ്റുമൊക്കെ തയ്യാറാക്കി അല്ലെ. അതായത് ജനസൗഹൃദമാക്കുന്ന ഇടങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വി പാർക്ക് കേരള സർക്കാർ രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഓക്കെ, വെർച്വൽ റിയാലിറ്റി. ഇനി 2025 ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 24 ഈ അവാർഡ് ലഭിച്ചത്. 24 അവാർഡ് ജയറാമിനും 25 PR ശ്രീജേഷിനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2025 പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചപ്പോൾ PR ശ്രീജേഷ് അല്ലെ, ഒളിമ്പ്യനാണ്. നമുക്ക് കേരളത്തിനായി ഇന്ത്യക്കായി മെഡൽ നേടിയ താരമാണ്, ഹോക്കി താരമാണ്. മാത്രമല്ല നമ്മുടെ മെൻസ് ഹോക്കി അണ്ടർ 21, അതായത് അണ്ടർ 21 മെൻസ് ഹോക്കിയുടെ ദേശീയ കോച്ചാണ്. പോരാത്തതിന് അദ്ദേഹത്തിന് 2025 പത്മഭൂഷൺ പുരസ്കാരം, അതായത് പത്മ അവാർഡ്സിൽ ഏറ്റവും രണ്ടാമത്തെ പത്മവിഭൂഷൺ അല്ല പത്മഭൂഷൺ അല്ലെ. സിവിലിയൻ പുരസ്കാരം നോക്കുകയാണെങ്കിൽ ഭാരത് രത്ന, അത് കഴിഞ്ഞാൽ പത്മവിഭൂഷൺ, അത് കഴിഞ്ഞാൽ പത്മഭൂഷൺ. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണാണ് 2025 ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പത്മ പുരസ്കാരങ്ങളിൽ 2ാമതാണ് പത്മഭൂഷൺ, എന്നാൽ സിവിലിയൻ ബഹുമതികളിൽ 3ാമതാണെന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ 24 ജയറാം, 25 PR ശ്രീജേഷ്. ഇനി 2025 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ. സർഫിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ മറ്റേ കടലിൽ കൂടെയുള്ള സംഭവമാണ്. സോ അത് വർക്കലയാണ്, തിരുവനന്തപുരം. 2025 18ാമത് IPL ഉദ്ഘാടന വേദി കൊൽക്കത്തയാണ്. വൈ? ബിക്കോസ് 2024 17ാമത് IPL ജേതാക്കൾ എന്ന് പറയുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഫൈനലിൽ അവർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് തോൽപ്പിച്ചത് അല്ലെ. അതുകൊണ്ടാണ് ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിൽ അല്ലെ
ഉദ്ഘാടന കളി ഉണ്ടായിരുന്നത് KKR വേഴ്സസ് RCB ആണ്. ദാറ്റ് മീൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. കേരളം വനം വകുപ്പിന്റെ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. അതായത് ഈ പാമ്പുകടി, ഈ പാമ്പുമായി ബന്ധപ്പെട്ട പാമ്പിനെ കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ്, പാമ്പുകടി ഉണ്ടായാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചികിത്സിക്കുക തുടങ്ങിയ ഒട്ടനവധി അവയർനെസ്സിന് വേണ്ടിയിട്ട് കേരള വനം വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ് സർപ്പ ആപ്പ്. വളരെ മുന്നേ തന്നെ ഉണ്ട് ആ ആപ്പ് എന്ന് പറയുന്നത്. സോ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ടോവിനോ തോമസ്. 2025 6ാമത് ബിംസ്റ്റെക് അഥവാ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ഇത് ഉറപ്പായിട്ടും PSC ചോദ്യമായിരിക്കും. കാരണം ബിംസ്റ്റെക് സമ്മിറ്റ് അഥവാ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അല്ലെ. ഇത് നടന്നിരിക്കുന്നത് തായ്ലാന്റിലാണ്. ഇത് പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം പുത്തൻ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് രാമേശ്വരത്ത്. ഓക്കെ, അപ്പൊ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രാമേശ്വരം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ബിംസ്റ്റെക് അഥവാ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ആണ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ഇപ്പൊ മൾട്ടി സെക്ടറൽ വിവിധ സെക്ടറുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അവിടെ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ, ഇപ്പോൾ ടെക്നിക്കൽ പരമായിട്ടും മീൻസ് സാമ്പത്തിക പരമായിട്ടൊക്കെയുള്ള ഒരു സഹകരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങളാണ് ഈ പറയുന്ന ബിംസ്റ്റെക്കിൽ ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇടത്തെ ഭാഗത്തുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എടുത്ത് കളയാം. ഓക്കെ, തൊട്ടിപ്പുറത്ത് പാകിസ്ഥാൻ ഒരിക്കലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ബേ ഓഫ് ബംഗാളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ഇന്ത്യ കഴിഞ്ഞാൽ ഇന്ത്യയോടൊപ്പം ഇന്ത്യ നമ്പർ 1, ശേഷം ബംഗ്ലാദേശ്, മ്യാൻമാർ 3ആയി അല്ലെ. അതുപോലെ തന്നെ ശ്രീലങ്ക 4ആയി. പിന്നെ തായ്ലാൻഡ്. ഓക്കെ, ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി ഇല്ലെങ്കിലും തായ്ലാൻഡ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബേ ഓഫ് ബംഗാളുമായിട്ട് ബന്ധമില്ലാത്ത 2 രാജ്യങ്ങളെ കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നേപ്പാളും ഭൂട്ടാനും. കാരണം ഇന്ത്യ വേണ്ട നല്ല സൗഹൃദത്തിലാണ് എന്നുള്ളത് കൊണ്ട് ബേ ഓഫ് ബംഗാളിന്റെ ആ ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് അവർക്കും കൂടെ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു ധാരണയിലായിരിക്കും അവരെ 2 പേരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബിംസ്റ്റെക്കിന്റെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലാണ്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർ. ഓക്കെ, ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അതാണ് ശുഭാംശു ശുക്ല എന്ന് പറയും. ഓക്കെ, ശുഭാംശു ശുക്ല. അതായത് ബഹിരാകാശ നിലയം, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് ഫ്ലൈറ്റ്, അതാണ് ആക്സിയം 4 എന്ന് പറയുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ ഫൗണ്ടർ ആരാ? ഇലോൺ മസ്ക് ആണ്, ടെസ്ലയുടെ ഒക്കെ. ഓക്കെ, ഇനി പ്രമേഹം, ഡയബറ്റീസ് നിയന്ത്രിക്കാനുള്ള AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ആവിഷ്കരിച്ചിരിക്കുന്നത് IIT റൂർക്കേലയാണ്. IIT റൂർക്കേല എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നത് BR ഗവായി ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 51ാമത് നിലവിലെ സഞ്ജീവ് ഖന്നയാണ് അല്ലെ. സഞ്ജീവ് ഖന്നയാണ് നിലവിലുള്ളത്, സഞ്ജീവ് ഖന്ന. എന്നാൽ അടുത്തതാകാൻ പോകുന്നത് 52ാമത് ജസ്റ്റിസ് BR ഗവായി ആണ്. 2025 ഏപ്രിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ ട്രീ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി, അതാണ് ദാരിപ്പള്ളി രാമയ്യ. ആന്ധ്രാപ്രദേശിന്റെ സ്പേസ് ടെക്നോളജി ഉപദേശകനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് S സോമനാഥ് ആണ്. ഓക്കെ, S സോമനാഥ്. അപ്പോൾ ISROയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിന്റെ സ്പേസ് ടെക്നോളജി ഉപദേശകനായിട്ട് വന്ന വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ISROയുടെ നിലവിലെ ചെയർമാൻ, അതാണ് വി നാരായണൻ. ഓക്കെ, S സോമനാഥ് മാറി, പലരും അറിഞ്ഞു കാണത്തില്ല. പൂർണ്ണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം അത് ഇൽ ഫോഗ്ലിയോ ആണ്. ഇറ്റലിയിലാണ് ഈ പറയുന്ന ദിനപത്രം. വളരെ മുന്നേ ഉള്ള ഒരു പത്രമാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും AI സംവിധാനത്തോടു കൂടി പുറത്തിറക്കുകയാണ്, ഇൽ ഫ്ലോഗിയോ. ഓക്കെ, ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായി കേരളത്തിലെ സീറ്റുകൾ എത്രയാകുമെന്നുള്ളതാണ് 18.
ഓക്കെ, സോ ഇത് വലിയൊരു വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്ക് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ലോക്സഭാ മണ്ഡല പുനർനിർണയം സംഭവിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 707 ആകും. കൂടുതൽ എംപിമാരെ നമുക്ക് ലഭിക്കും. അത് ഒരിക്കലും സദേൺ സ്റ്റേറ്റുകളിൽ നിന്നല്ല, പകരം നോർത്തേൺ സ്റ്റേറ്റുകളിൽ നിന്നാണ്. പ്രധാനമായിട്ടും ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന എംപിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഇൻറ്റു 1.5 ആണ്. ഇപ്പോൾ ഉള്ളതിൽ നിന്നും 1.5 ഇൻറ്റു 1.5 നോക്കിയാൽ മതി, കിട്ടും. അമ്മാതിരി എംപിമാരുടെ എണ്ണം ഈ പറയുന്ന ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലുമായിട്ട് 125ഓളം പേരുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത് വലിയൊരു ഇതായിട്ട് വരുന്നുണ്ട്. കാരണം തമിഴ്നാടൊക്കെ ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു. കാരണം തമിഴ്നാടിന് ആകെ 39 സീറ്റേ ഉള്ളൂ. അതിൽ തൊടില്ല എന്നുള്ള ഉറപ്പ് വന്നിട്ടുണ്ട് തമിഴ്നാടിന്. 39 സീറ്റ് കുറയത്തില്ല എന്ന് തമിഴ്നാട് പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന എന്താണ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡില് സ്വാഭാവികമായിട്ടും ഒരു 126 സീറ്റുകൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലായിട്ട് കൂടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളാം, ഈ രണ്ട് സംസ്ഥാനങ്ങളിലായിട്ട് ആകെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ 80 സീറ്റുകളാണ് ഉള്ളത്. ഉത്തരാഖണ്ഡിലാണെങ്കിൽ 5 അത്രയേ ഉള്ളൂ. ആ 85 എന്നുള്ളതാണ് 126ലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ബീഹാറും ജാർഖണ്ഡും. ഓക്കെ, ബീഹാറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്താണല്ലോ ജാർഖണ്ഡ് എന്നുള്ള സംസ്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ബീഹാറിലും ജാർഖണ്ഡിലുമായിട്ട് ആകെ 50 പ്ലസ് ഇതാണ് ഉള്ളത്. അതൊരു 85ലേക്കൊക്കെ മാറും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വലിയ ഒരു നാശം വരാൻ പോകുന്നത് സദേൺ സ്റ്റേറ്റുകൾക്കാണ്. കാരണം നോർത്തേൺ സ്റ്റേറ്റുകൾക്കായിരിക്കും ഇനി ലോക്സഭയിൽ പിടിമുറക്കാൻ സാധിക്കുക. മാത്രമല്ല, നിങ്ങൾക്കറിയാം ഈ സീറ്റുകളുടെ വിഭജനമൊക്കെ എന്ന് പറയുന്നത് മണ്ഡല പുനർനിർണയം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ ബേസ് ചെയ്താണ്. സദേൺ സ്റ്റേറ്റുകളൊക്കെ നല്ല രീതിയിൽ പോപ്പുലേഷൻ കൺട്രോൾ, ഫാമിലി പ്ലാനിംഗ് ഒക്കെ സക്സസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ നോർത്തേൺ സ്റ്റേറ്റുകളിൽ അത് കാണാനുമില്ല. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം അത് 118 കഴിഞ്ഞ വർഷം എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 126 എത്രയാണെന്ന് തോന്നുന്നു. വാട്ടെവർ, നമുക്ക് നോക്കാം. എന്തായാലും ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇന്ത്യ 118ാമത് സ്ഥാനത്തേക്ക് വന്നു. ഓക്കെ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫിൻലാൻഡാണ് 1ാം സ്ഥാനത്ത്. ഓക്കെ, അപ്പോൾ അന്നും ഇന്നും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫിൻലാൻഡാണ് 1ാം സ്ഥാനത്ത്. ഏറ്റവും പുറകിൽ അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, സോ ഇന്ത്യ 118 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്തോഷ സൂചിക, ലോക സന്തോഷ സൂചിക. സംസ്ഥാന നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കാൻ പോകുന്നത് പഞ്ചാബാണ്. ഓക്കെ, ഇനി മുനമ്പം എന്ന് പറഞ്ഞാൽ എവിടെയാ? പലരും മുനമ്പം വഖഫ് ഭൂമി, ഇപ്പൊ വഖഫ് അമെൻമെന്റ് ബില്ലൊക്കെ പാസ്സാക്കി. നിങ്ങൾ അറിഞ്ഞു കാണും, വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ വഖഫ് ബോർഡുമായിട്ട് ഉണ്ടായിരുന്നു. വഖഫ് ഭൂമി, സർക്കാരിന്റെ തന്നെ പല ഭൂമിയും വഖഫ് കയ്യേറിയിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ ഒരുപാട് വിവാദ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഈ വഖഫ് ബോർഡുകളുടെ വഖഫ് ഭൂമി പ്രശ്നങ്ങളും മറ്റുമെല്ലാം, അല്ലെങ്കിൽ സർക്കാർ ഭൂമികൾ പലയിടങ്ങളിലുമായിട്ട് പറയുന്ന സർക്കാർ, മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സർക്കാർ ഭൂമിയൊക്കെ വഖഫ് ബോർഡ് പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു തടയിടണം എന്നുള്ള ഒരു നിബന്ധനയോടുകൂടി അവതരിപ്പിച്ച ബില്ലാണ് വഖഫ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. 2025 വഖഫ് അമെൻമെന്റ് ആക്ട്. നമുക്ക് ഓൾറെഡി 1995 ഒരു വഖഫ് നിയമമുണ്ട്. അതിന്മേലാണ് ഒരു അമെൻമെന്റ് 2025 ഒരു അമെൻമെന്റ് അഥവാ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ മൈനോറിറ്റീസ് അഫയർ മിനിസ്റ്റർ ആയിട്ടുള്ള കിരൺ റിജിജു ആണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിൽ 2025 ഏപ്രിൽ 3 ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കപ്പെട്ടു. പിറ്റേ ദിവസം രാജ്യസഭയിൽ, അതായത് ഏപ്രിൽ 4 രാജ്യസഭയിൽ പാസ്സാക്കപ്പെട്ടു. വെയിറ്റ് ചെയ്യുന്ന സമയമില്ല, പിറ്റേ ദിവസം ഏപ്രിൽ 5 ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. അതായത് ബില്ല് നിയമമായി. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടിയാണ് ഒരു ബില്ല് നിയമമാവുന്നത്. എന്നാൽ നിയമം നിലവിൽ വന്നതോ ഏപ്രിൽ 8 അപ്പൊ ഇത്തരത്തിൽ വഖഫ് അമെൻമെന്റ് ബില്ല് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വഖഫ് അമെൻമെന്റ് ബില്ലിൽ പറഞ്ഞിരിക്കുന്ന
കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഉറപ്പായും പരീക്ഷയ്ക്ക് അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ടൊക്കെ വന്നെന്നിരിക്കും. അപ്പോൾ മുനമ്പം എന്ന് പറയുന്നത്, മുനമ്പം വഖഫ് ഭൂമി വിഷയം എന്ന് പറയുന്നത്, മുനമ്പം എറണാകുളം ജില്ലയിലെ ഒരു കോസ്റ്റൽ വില്ലേജ് ആണ്, ഒരു തീരപ്രദേശ ഗ്രാമമാണ്. സോ മുനമ്പം എന്ന് പറയുന്നത്, പലരും മുനമ്പം വഖഫ് എന്നൊക്കെ പറയുമ്പോൾ മലപ്പുറം കോഴിക്കോടൊക്കെ മനസ്സിലേക്ക് വരും. സോ മുനമ്പം വിഷയം എവിടെ ആളെക്കെത്തിക്കൊണ്ടിരിക്കുന്നത്? എറണാകുളം ജില്ലയിലാണെന്നുള്ളത് പരീക്ഷാ ചോദ്യമായിട്ട് വന്നെന്നിരിക്കാം. ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ, കേരള സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ അധ്യക്ഷനാണ് CN രാമചന്ദ്രൻ നായർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിൽ കമ്മീഷനൊക്കെ വരുമ്പോഴേക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന്, പ്രിലിംസ് എക്സാമിന് വന്നതാണ്. അതായത് മണിപ്പൂർ കലാപം ഉണ്ടായല്ലോ, മണിപ്പൂർ കലാപം. ഓക്കെ, മണിപ്പൂർ കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കാര്യമായിട്ട് നോക്കിയിരുന്നു. അതിന്മേലാണ് അവിടങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന് കൈപൊള്ളിയത് ഇലക്ഷനൊക്കെ വന്നപ്പോൾ. അപ്പോൾ മണിപ്പൂർ കലാപം വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷന്റെ അധ്യക്ഷയെക്കുറിച്ച് PSC ചോദ്യമായിട്ട് കൊണ്ടുവന്നു. ഗീതാ മിത്തൽ ആയിരുന്നു, ജസ്റ്റിസ് ഗീതാ മിത്തൽ. അതുപോലെ തന്നെ മുനമ്പം വിഷയം അല്ലെങ്കിൽ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ പരിശോധിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, കേരള ഹൈക്കോർട്ട് ഈയിടെയായിട്ട് ഈ ഒരു അപ്പോയിന്റ്മെന്റിനെ, ഈ ഒരു CN രാമചന്ദ്രൻ നായരെ അധ്യക്ഷനാക്കിക്കൊണ്ട് കേരള സർക്കാർ രൂപവൽക്കരിച്ച കമ്മീഷനെ ക്വാഷ് ചെയ്തു, അതായത് ഇൻവാലിഡ് ആക്കി. ആര്? കേരള ഹൈക്കോർട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വേണം. ഏത് എക്സാം ആണെങ്കിലും, ഇപ്പോൾ KS ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. സീ യു സൂൺ.